ഫ്രണ്ട്സ്. അപ്പോൾ ഗൈസ്, ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഞാൻ ഒരു സാധനം ഉണ്ടാക്കുന്നത് നമ്മുടെ വാളിലൊക്കെ തൂക്കിയെടുക്കില്ല റൂമിൽ. അപ്പോൾ അതാണ് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ അതിനായിട്ട് വേണ്ട സാധനങ്ങൾ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ എനിക്കിന്ന് സ്കൂളില്ലായിരുന്നു. അപ്പോൾ ഇന്ന് സ്കൂളുള്ളവർക്കും കമൻറ്റ് ചെയ്യണേ. അപ്പം അതിനായിട്ട് വേണ്ട സാധനങ്ങളൊക്കെ ഒന്ന് ഞാൻ കാണിച്ചു തരാം. ആദ്യം നമുക്കൊരു ബുക്ക് വേണം വെച്ച് ചെയ്യാനായിട്ട്. കത്രിക, പിന്നെ ഒരു പേന വേണം, പിന്നെ പേപ്പർ, പിന്നെ നൂല്, ടേപ്പ് പശയോ ആയാൽ കുഴപ്പമില്ല. അതിൽ ഒന്നെങ്കിൽ ടേപ്പ് എടുക്കുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് പശ എടുക്കുക. ഒരു പശ ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ ടേപ്പ് എടുത്തത്. കത്രിക, പേപ്പർ, പേന, നൂല്, ടേപ്പ്. അപ്പോൾ ഇത്രയും സാധനമാണ് നമുക്കത് ഉണ്ടാക്കാൻ വേണ്ടത്. അപ്പോൾ ഞാൻ കാണിച്ചു തരാം എങ്ങനെയാണ്. അപ്പോൾ നമുക്ക് ആദ്യം ഇങ്ങനെ രണ്ട് ബുക്ക് രീതിയിലാണ് എനിക്ക് ഈ പേപ്പർ കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഇതൊന്ന് നടുക്ക് ഇങ്ങനെ കട്ട് ചെയ്യണം. അങ്ങനെ രണ്ട് പേപ്പർ ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇങ്ങനെ കട്ട് ചെയ്തിട്ടുണ്ട്. രണ്ട് പേപ്പർ തികയും. നിങ്ങൾക്ക് അഥവാ A4 സൈസ് ആണെങ്കിൽ ഒറ്റ പേപ്പർ മതി. A4 സൈസ് ആണെങ്കിൽ അപ്പോൾ ഇങ്ങനൊന്ന് A4 സൈസ് ആണെങ്കിൽ ഇങ്ങനൊന്ന് മടക്കിയിട്ട് ഇങ്ങനെ കട്ട് ചെയ്യണമേ. അപ്പം ഇതുണ്ട്. ഇനി ഞാൻ കാണിച്ചു തരാം എന്തുവാ മെത്തേഡെന്ന്. അപ്പോൾ ഗൈസ്, ഞാൻ ചെറിയൊരു മോഡൽ കാണിച്ചു തരാം ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നതിൻ്റെ. ഇതുണ്ടോ, ഇങ്ങനെയാണ് ഞാനൊന്ന് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. കണ്ടോ? അപ്പോൾ പിന്നുണ്ടല്ലോ ഗൈസ്, ആ ഹാപ്പി എന്ന് എഴുതിയ സ്ഥലത്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ ലവ് എന്നാ അങ്ങനെ എന്തെങ്കിലുമൊക്കെ എഴുതാം. ഹാപ്പി എന്ന് എഴുതണമെന്നൊന്നുമില്ല ഗൈസ്. അപ്പോൾ അത് വെട്ടേണ്ട രീതി ഞാൻ കാണിച്ചു തരാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതുണ്ട്, നിങ്ങൾക്ക് അഥവാ വേണമെങ്കിൽ ഇങ്ങനെ ട്രയാങ്കിൾ രീതിയിൽ വരച്ചിട്ട് ഇങ്ങനെ വെട്ടിയെടുക്കാം എല്ലാം. അങ്ങനെയും ചെയ്യാം. അല്ല, വേറെ മോഡൽ ഞാൻ കാണിച്ചു. വേറെ മോഡൽ നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെയും ചെയ്യാം. അതിൽ ഇഷ്ടമുള്ള വേണമെങ്കിൽ നമുക്ക് ഇങ്ങനെ ചെയ്യാം. അല്ലെങ്കിൽ ഞാൻ നേരത്തെ കാണിച്ച പോലെ നിങ്ങൾക്ക് ഇങ്ങനെയും ചെയ്യാം. അതിൽ നമുക്ക് ഇഷ്ടമുള്ള മോഡൽ ചെയ്യാവേ. അപ്പോൾ ഗസ്റ്റ്, ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന മോഡൽ ഇതാണ്. എനിക്ക് ഇഷ്ടപ്പെട്ടത് ഇതാണ്. ഇത് കുറച്ചും കൂടെ നന്നായിട്ട് വരച്ചാൽ മതി. പെൻസിൽ വെച്ച് വരയ്ക്കുന്നത് നല്ലത്. എൻ്റെ കയ്യിൽ ഇപ്പം ഞാൻ എടുത്തത് പേന ആയതുകൊണ്ടാണ്. അപ്പം ഇങ്ങനെ നമുക്കൊന്ന് വരയ്ക്കാം ഈ പേപ്പറിൽ. ഗസ്, പിന്നൊരു കാര്യം, നിങ്ങൾ എടുക്കുമ്പോഴത്തേക്കിനും അതിൽ എത്ര ലെറ്റേഴ്സ് ഉണ്ടെന്ന് നോക്കിയിട്ട് അതും കൂടി അനുസരിച്ച് വേണം നമ്മളത് കട്ട് ചെയ്തെടുക്കാൻ. ഇപ്പം ഞാൻ എടുക്കുന്ന ലെറ്ററിൽ വെറും 5 ലെറ്ററേ ഉള്ളൂ. ഹാപ്പിയാണ് ഞാൻ എടുക്കുന്നത്. 5 ലെറ്റേഴ്സേ ഉള്ളൂ. ലവിന് 4 ലെറ്റേഴ്സ്. അങ്ങനെ നിങ്ങളുടെ ഇതിന് എത്ര ലെറ്റേഴ്സ് ഉണ്ടെന്ന് നോക്കിയിട്ട് വേണം കട്ട് ചെയ്യാൻ. അല്ല, വെറുതെ കുറേ കട്ട് ചെയ്ത് വെച്ചിട്ട് കാര്യമില്ല. അതുകൊണ്ട് നിങ്ങളുടെ ലെറ്റേഴ്സിന് എത്ര ഉണ്ടെന്ന് വെച്ച് കട്ട് ചെയ്യണം. അപ്പോൾ ഞാൻ ചെയ്യാൻ തുടങ്ങാം. അപ്പം ഞാൻ പോയിട്ടൊരു പെൻസിൽ എടുത്തിട്ട് വരാം. പേന തെറ്റിക്കഴിഞ്ഞാലും നമ്മുടെ പേപ്പർ വെറുതെ വേസ്റ്റ് ആവുന്നതുകൊണ്ട് പെൻസിൽ എടുത്തിട്ട് വരാം. അപ്പോൾ പെൻസിൽ എടുത്തിട്ടുണ്ട് ഗൈസ്. ഇനി നമുക്ക് ഈ 2 പേപ്പറിൽ തികയുന്ന പോലെ ഒന്ന് ഡ്രോയിങ്സ് ഇത് നമുക്കൊന്ന് ഡ്രോ ചെയ്തെടുക്കാം. ഇത് കണ്ടോ, ഇതൊന്നപ്പോൾ ഞാൻ ഇതിനകത്തോട്ട് വരയ്ക്കട്ടെ. 5 ഇതേപോലത്തെയാണ് ഞാൻ വരയ്ക്കുന്നത്. ഇതേപോലത്തെ 5 എണ്ണമാണ് വരയ്ക്കുന്നത്. അപ്പം അത്രയും വരച്ചിട്ട് ഇനി ബാക്കി വീഡിയോസ് കാണാം. പിന്നെ പ്രത്യേക ഒരു കാര്യം, ഇവിടുത്തെ മറ്റേ സാധനങ്ങളുണ്ടല്ലോ, ഇതേപോലെ കറക്റ്റ് ബോക്സ് രീതിയിലാക്കി എടുക്കണം. മറ്റേ മോഡൽ ഇച്ചിരി പാടായതുകൊണ്ട് ഞാൻ ഈ മോഡലാണ് എടുത്തത്. അപ്പോൾ ഇതേപോലെ തന്നെ കറക്റ്റ് 3 എണ്ണം വെച്ച് ചെയ്യുന്നതാണ് നല്ലൊരു പേപ്പറിൽ. അപ്പം ഇനി ബാക്കി താഴോട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇത്തിരി വശകേടായി പോകും, കുളവായി പോകും. അതുകൊണ്ട് ഞാൻ ഒരു പേപ്പറിലാണ് 3 എണ്ണം വരയ്ക്കുന്നത്. മറ്റൊരു പേപ്പറിൽ 2 എണ്ണം വെച്ച് വരയ്ക്കും. അപ്പം നമുക്ക് കൂടിയ വേർഡാണെങ്കിൽ ആ പേപ്പറിൽ തന്നെ നമുക്ക് തയ്ക്കാൻ പറ്റും. അപ്പം ട്രയാങ്കിള് വരച്ചിട്ട് വെട്ടിയെടുക്കണം. ഇതിനകത്ത് നമ്മൾ ഞാൻ ഹാപ്പി എന്ന് എഴുതുന്നതുകൊണ്ട് ഇവിടെ H എഴുതി, ഇവിടെ A എഴുതി, ഇവിടെ P എഴുതി. അങ്ങനെയാണ് ചെയ്യുന്നത്. എഴുതി കഴിഞ്ഞിട്ടാണ് ഞാൻ വെട്ടുന്നത്. അല്ലെങ്കിൽ പിന്നെ പാടായിരിക്കും. അപ്പോൾ ഞാൻ അടുത്ത പേപ്പറിലും കൂടി ഇങ്ങനെയൊന്ന് വരയ്ക്കട്ടെ ഗൈസ്. അപ്പോൾ ഗൈസ്, 2 പേപ്പറിൽ ഞാൻ വരച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിൽ നമ്മുടെ ഏതാണോ നമ്മൾ എടുക്കുന്ന ആ സ്പെല്ലിങ് എഴുതി എടുക്കട്ടെ ഞാൻ. അപ്പോൾ ഞാൻ നമ്മുടെ ഈ സ്കെച്ച് കൊണ്ടിട്ടാണ് അതിൽ എഴുതാൻ പോകുന്നത്. നിങ്ങൾക്ക് പേന ഉണ്ടോ, കളർ പേന ഉണ്ടോ, എന്ത് വേണമെങ്കിലും എഴുതാം. അപ്പോൾ എനിക്ക് സ്കെച്ച് ഇഷ്ടമായതുകൊണ്ട് ഞാൻ സ്കെച്ച് കൊണ്ടാണ് എഴുതുന്നത്. നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും എഴുതാം. അപ്പോൾ ഞാനത് എഴുതാൻ പോകുന്നു ഗൈസ്. അപ്പോൾ ഗൈസ്, ഞാൻ സ്കെച്ച് കൊണ്ടിട്ട് എഴുതിയെടുത്തിട്ടുണ്ട്. അപ്പം ഇവിടെ വൃത്തിയേടായിരിക്കുമല്ലോ പെൻസിൽ വെച്ച് എഴുതുമ്പോൾ. അപ്പം ഞാൻ ഓർത്തെന്നാൽ പിന്നെ നമുക്ക് ഇതിൽ നിന്ന് ബ്ലാക്ക് വേണോ, പല പല കളറുണ്ട് ചെയ്യണം. ബ്ലാക്ക് കൊണ്ടിട്ട് എല്ലാത്തിനും ഈ സാധനം കണ്ട ഈ വര അപ്പോൾ അതിലൊന്ന് ബോർഡ് ലൈൻ കൊടുക്കാമെന്ന് ഓർത്ത് ബ്ലാക്ക് കൊണ്ട്. അപ്പം ബ്ലാക്ക് കൊണ്ട് ബോർഡ് ലൈൻ കൊടുക്കട്ടെ. അപ്പം ഇപ്പം എങ്ങനെയുണ്ട്? ഇപ്പം കുറച്ച് മൊഞ്ചൊക്കെ വന്നല്ലേ? ഇപ്പം കൊള്ളാം. അപ്പം ഞാൻ ഇങ്ങനെയും കൂടി വരച്ചപ്പോൾ എനിക്ക് നല്ലതായിട്ട് ഇഷ്ടപ്പെട്ടു. ഇനി ഇത് കട്ട് ചെയ്തെടുക്കാം.
അപ്പോൾ ഗൈസ് ഇതുണ്ടോ, ഇങ്ങനെ ഞാനങ്ങ് വെട്ടിയെടുത്തിട്ടുണ്ട് എല്ലാം. അപ്പോൾ ഇനി നമുക്ക് നൂല് വെച്ചിട്ടുള്ള പരിപാടി, എവിടെയെങ്കിലും നൂല് വെച്ചിട്ടുള്ള പരിപാടിയാണ്. അപ്പോൾ നിങ്ങളിത് ഏത് റൂമിൻ്റെ വാതിക്കയിലാണ് കെട്ടുന്നതെന്ന് വെച്ചിട്ട് ആ റൂമിൻ്റെ ഒരു ഇതെടുക്കണം. അളവ് ഈ നൂലിൽ ഞാൻ എടുത്തിട്ട് വരാവേ. അപ്പോൾ ഗൈസ് ഞാൻ ചെയ്യാൻ പോകുന്നത് ഇത് കണ്ടോ, നൂലിൻ്റെ അളവാണ്. ഇവിടം തൊട്ട് എനിക്ക് വേണ്ടത് ഇവിടം വരെയാണ് ഗൈസ്. ഇവിടം തൊട്ട് നമുക്ക് വേണ്ടത് ഇവിടം വരെയാണ് എൻ്റെ നൂലിൻ്റെ അളവ്. അപ്പോൾ നമുക്കിതിൽ ഇതൊന്ന് സെറ്റാക്കണം. അപ്പോൾ ഈ പരിപാടിക്ക് നമ്മൾ ഫാൻ ഇടാൻ പാടില്ല. ഫാൻ ഇട്ട് കഴിഞ്ഞാൽ നമുക്കിത് പറക്കും ഫുള്ള്. അപ്പോൾ നമുക്കിതൊന്ന് ഇങ്ങനെ വയ്ക്കാം. ഈ ഒരു നൂല് കണ്ട് അതിങ്ങനെ ഇവിടെ ഇങ്ങനെ ഒന്ന് ആക്കണവേ. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇതിൻ്റെ ഒരു സെൻറ്റർ പോർഷനിലേക്ക് ഇതിങ്ങനെ എടുത്ത് വെക്കണം. എന്നിട്ട് ഇത് ഈ ബാക്കിൽ നിന്ന് ഇങ്ങനെ ഒന്ന് മടക്കണം. എന്നിട്ട് ടേപ്പ് എടുത്ത് ഒട്ടിക്കണം, അല്ലെങ്കിൽ പശ തേക്കണം. ഇത് കണ്ട ഇതേപോലെ നമുക്ക് ബാക്കിയുള്ള അക്ഷരങ്ങൾ ഇതിനകത്ത് കോർത്തെടുക്കാവേ. അപ്പോൾ ഞാൻ നൂലിൽ കോർത്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ എവിടെയാണ് ചെയ്യുന്നതെന്നൊന്ന് കമൻറ്റ് ചെയ്യണം. അപ്പോൾ ഞാനിനി നമ്മുടെ ഈ റൂമിൻ്റെ വാതിക്കയിൽ കൊണ്ടുവരുന്നത് തൂക്കിയിട്ടിട്ട് വരാം. തൂക്കിയിടാൻ പറ്റത്തില്ല, നമ്മൾ ടേപ്പ് സറ്റങ്ങൾ ഒട്ടിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഗൈസ് ഞാനത് അവിടെ ഒട്ടിച്ചിട്ടുണ്ട്, കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് നമ്മൾ ചെയ്തത്. അതിപ്പം എഴുതിയത് കാണുന്നില്ലെന്നേ ഉള്ളൂ. ഇതാണ് അപ്പോൾ നമ്മൾ ചെയ്യുന്നത്. ഒറിജിനലി കാണാൻ അടിപൊളിയാണ് ഗൈസ്. ഗൈസ് അപ്പോൾ ഇത് എഴുതിയതാണെങ്കിൽ കാണുന്നില്ല, അതാണൊരു പ്രശ്നം. നല്ല രസമുണ്ട് ഗൈസ്. അപ്പം ഞാൻ അടുത്തൊരു വീഡിയോ ആയിട്ട് ഇനിയും വരുന്നതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ. അപ്പോൾ എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. വാച്ച് ആൻഡ് സബ്സ്ക്രൈബ്. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം, മറക്കാതെ. കമൻറ്റ്, ഷെയർ, ലൈക്ക് ഇതെല്ലാം ചെയ്യണം. എന്നിട്ട് ഇതുണ്ടാക്കി നോക്കിയിട്ട് കമൻറ്റിൽ എങ്ങനെയുണ്ടെന്ന് പറയണം ഗൈസ്. എല്ലാവർക്കും ബൈ ബൈ. അടുത്ത വീഡിയോയിൽ ഞാൻ വരാം. ബൈ.